ഹലോ ഫ്രണ്ട്സ്, സ്വന്തമായി ഷെല്ലുകൾ ഇല്ലാതെ അത്ഭുതമായി വളരുന്ന ഞണ്ടുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന ആ ഞണ്ടുകളുടെ പേരാണ് ഹെർമിറ്റ് ഞണ്ടുകൾ. മലയാളത്തിൽ സന്യാസി ഞണ്ടുകൾ എന്നും അറിയപ്പെടാറുണ്ട്. ഞണ്ടുകൾ അവ വളരും തോറും അവയുടെ ഷെല്ലുകൾ മാറ്റിക്കൊണ്ട് അടുത്ത ഷെല്ലുകളിലേക്ക് മാറും. പ്രകൃതിയിലെ ഈ അത്ഭുതം നിറഞ്ഞ കാഴ്ചകൾ പകർത്തുന്നതിന് വേണ്ടി ഞണ്ടിൻ്റെ രൂപത്തിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത ശേഷം ഈ ഹെർമിറ്റ് ഞണ്ടുകളുടെ അടുത്തേക്ക് അയക്കുകയാണ്. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ആ അത്ഭുത കാഴ്ചകൾ. ഇവിടെ ഹെർമിറ്റ് ഞണ്ടുകൾ അവയുടെ വലിപ്പമനുസരിച്ച് നിരനിരയായി നിൽക്കുന്ന അത്ഭുതം തോന്നുന്ന കാഴ്ച. ഹെർമിറ്റ് ഞണ്ടുകൾ ഇവ വളരും തോറും തങ്ങൾക്ക് അനുയോജ്യമായ ഷെല്ലുകൾ കണ്ടെത്താൻ അവർ സ്വന്തം ഷെല്ലുകളെ വിട്ട് മറ്റു ഷെല്ലുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഷെല്ലുകൾ നവീകരിക്കുന്നതിനുള്ള സമയമാകുമ്പോൾ അവ ഒരു ടീമായി ഇതുപോലെ നിരനിരയായി നിന്ന് പ്രവർത്തിക്കുന്നു. പിന്നീട് കാമ്പ് കോഡിംഗ് ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവയുടെ ഷെല്ലുകളിൽ നിന്നും വേർപെട്ട് തങ്ങൾക്ക് അനുയോജ്യമായ മറ്റ് ഷെല്ലുകളിലേക്ക് മാറുന്നു. ഇങ്ങനെ ഒരു ഞണ്ട് ഒരു ഷെല്ലിൽ നിന്ന് അടുത്ത ഷെല്ലിലേക്ക് മാറുമ്പോൾ തൊട്ടടുത്ത ഷെല്ലിലുള്ള ഞണ്ട് ഈ ഷെല്ലിലേക്ക് മാറും. അതായത് ഓരോ ഞണ്ടുകളും അവയുടെ വലിപ്പമനുസരിച്ച് വലിയ വലിയ ഷെല്ലുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പ്രകൃതിയിലെ അത്ഭുതം തോന്നുന്ന ഈ കാഴ്ച നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇവിടെ നിരീക്ഷണ വിധേയമാക്കുവാൻ വേണ്ടി ക്യാമറ കണ്ണുകളെ വെച്ച് വിട്ട ഷെല്ല് ഒരു ഹെർമിറ്റ് ഞണ്ട് ആക്രമിച്ച് അത് എടുത്തുകൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഈ ഹെർമിറ്റ് ഞണ്ട് ഇപ്പോൾ ക്യാമറ പതിപ്പിച്ച ഷെല്ലുമായാണ് സഞ്ചരിക്കുന്നത്. ശരീരത്തിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഈ ഞണ്ടുകളുടേത്. ഇവ സസ്യങ്ങളും മാംസ്യങ്ങളും പല പായലുകളും എല്ലാം ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. കരയിലും ജലത്തിലും ഒരുപോലെ തന്നെ ഹെർമിറ്റ് ഞണ്ടുകൾ കാണപ്പെടാറുണ്ട്. കരയിൽ കാണപ്പെടുന്ന ഹെർമിറ്റ് ഞണ്ടുകൾ അവയുടെ ജീവിതകാലത്തിൻ്റെ ഭൂരിഭാഗവും കരയിൽ തന്നെയാണ് താമസിക്കുന്നത്. അക്വാട്ടിക് ഹെർമിറ്റ് ഞണ്ടുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം അവയുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിൽ ചിലവഴിക്കുന്നു. അപൂർവമായി മാത്രമേ ഇവ കരയിലേക്ക് വരികയുള്ളൂ. ഇനി നമുക്ക് സാധാരണ ഞണ്ടുകളും ഹെർമിറ്റ് ഞണ്ടുകളും തമ്മിലുള്ള പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാം. ശക്തമായ പുറന്തോടുകൾ ഇല്ലാത്ത ഒരു ഞണ്ടാണ് ഹെർമിറ്റ് ഞണ്ട്. ഈ കാണുന്നതാണ് ഹെർമിറ്റ് ഞണ്ടിൻ്റെ ശരീരം. സാധാരണ ഒരു ജീവിയെപ്പോലെ ഇവക്ക് പുറന്തോടുകൾ ഒന്നും തന്നെയില്ല. ഈ കാണുന്ന ഭാഗമാണ് ഇവയുടെ ദഹന പ്രക്രിയകളും മറ്റും നടക്കുന്ന സ്ഥലം. ഇവിടെ വളരെ നേർത്ത ശരീരമാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചൂടിൽ പോലും ഇവയുടെ ശരീരത്തിൽ നിന്ന് ജലം പുറന്തള്ളപ്പെടുകയും ഇവ ചത്തുപോകുകയും ചെയ്യും. അതുകൊണ്ട് പ്രകൃതി ഇവയ്ക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ വേണ്ടി നൽകിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവാണ് സ്വന്തമായി ഷെല്ല് ഇല്ലാത്ത ഈ ജീവി കടൽപ്പുറങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും ലഭിക്കുന്ന ചെറിയ ഷെല്ലുകളിലേക്ക് ഇവ കയറിക്കൂടുന്നു. ശ്വസന പ്രക്രിയയും മറ്റ് ദഹന പ്രക്രിയകളും നടക്കുന്ന ഈ ഭാഗം എപ്പോഴും ഷെല്ലിനകത്ത് തന്നെയായിരിക്കും. ഇവയുടെ കാലുകൾ മാത്രമാണ് ഷെല്ലിന് പുറത്തായി കാണപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവ ഈ ഷെല്ലോട് കൂടി തന്നെ ജീവിക്കുന്ന ഞണ്ടുകളാണെന്ന് തോന്നാം. ഇതിനകത്ത് കാണപ്പെടുന്ന ഈ ചെറിയ രണ്ട് കാലുകൾ ഉപയോഗിച്ചാണ് ഇവ ഈ ഷെല്ലിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കാലുകൾ ഉപയോഗിച്ച് ഷെല്ലിൽ നിന്ന് പുറത്തു വന്ന് മറ്റു ഷെല്ലുകളിലേക്ക് മാറാവുന്നതാണ്. സുതാര്യമായി കാണപ്പെടുന്ന ഈ ഷെല്ലിലേക്ക് എത്ര വേഗത്തിലാണ് ഈ ഹെർമിറ്റ് ഞണ്ട് തൻ്റെ ശരീരം കയറ്റി അത് വെച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പുറപ്പെടുന്നതെന്ന് നോക്കൂ. പെട്ടെന്ന് നോക്കുമ്പോൾ അത് ആ ശരീരത്തിൽ ഉള്ള ഒരു ഷെല്ലാണെന്നേ നമുക്ക് തോന്നൂ.
ഹെർമിറ്റ് ഞണ്ടുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം കമൻ്റായി ചെയ്യാനും മറക്കരുത്.